ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഈസോ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ. അത് 9th ക്ലാസ്സിലെ 7th ചാപ്റ്ററാണ്. ഇതുവരെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷനെ കുറിച്ചൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് പറയാനുള്ളത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. മത, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷന്റെ സുപ്രധാന ചുമതല. 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ എന്താണ് നിലവിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1993 മെയ് 17 നമ്മൾ നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് തായും നായും ഒക്കെ ആക്കിയിട്ട് നമ്മൾ എഴുതി. അതുപോലെ ഇവിടെ ന്യൂനപക്ഷത്തിനെ നമ്മൾ അങ്ങനെ എഴുതുക കേട്ടോ. ന്യൂനപക്ഷം എഴുതുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 1993 കിട്ടും. 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിൻ്റെ ഘടന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയർപേഴ്സൺ, പിന്നെ ഒരു വൈസ് ചെയർപേഴ്സൺ, അതുൾപ്പെടെ 5 അംഗങ്ങളും ഉണ്ട്. അങ്ങനെ മൊത്തം 7 പേര്. ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. അപ്പം നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്. അങ്ങനെ നാമനിർദ്ദേശം ചെയ്ത ആളുകളെ രാഷ്ട്രപതി നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. നോക്കിയേക്കണം, രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. എത്ര വർഷം? 3 വർഷം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കമ്മീഷൻ്റെ കാര്യം പഠിക്കുന്ന സമയത്ത് ഒരു വലിയ പേപ്പർ എടുത്തിട്ട് ആ ഒരു പേപ്പറിൻ്റെ അകത്ത് ഈ പറയുന്ന എല്ലാ കമ്മീഷനെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പഠിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ കറക്റ്റ് ഒരു റിവിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് നിങ്ങൾക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും വേണ്ടി പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മളെന്താ 1993 മെയ് 17 നിലവിൽ വന്നു എന്ന് പറഞ്ഞു. രാഷ്ട്രപതി നിയമിക്കുന്നു. 3 വർഷം കാലാവധി. ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, അതുപോലെ 5 അംഗങ്ങളും ഉൾപ്പെടുന്നു. ഇനി അതിൻ്റെ ചുമതലകളാണ് പറയാനുള്ളത്. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശ നടത്തുകയും ചെയ്യുക, ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഇതൊന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഓർമ്മ നിൽക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് വരുമ്പോൾ അതെന്താണ് നിലവിൽ വന്നിട്ടുള്ളത്? 2013 സംസ്ഥാന തലത്തിലുള്ള ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങൾ. ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഭരണഘടന അനുസൃതമായി മത, ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതലയാണ്. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നത് കമ്മീഷനാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും ഉൾച്ചേരലും ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമാണ്. ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, സാംസ്കാരിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഉന്നമനവും പുരോഗതിയും ഇതിന് അത്യന്താപേക്ഷിതമാണ്. ഇതോടൊപ്പം ന്യൂനപക്ഷ ക്ഷേമം ഭൂരിപക്ഷത്തിൻ്റെയും ചുമതലയാണെന്ന പൊതുബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ന്യൂനപക്ഷ കമ്മീഷൻ നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അടുത്ത ഒരു നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളതൊന്ന് ഓർത്ത് വെക്കുക. ആദ്യത്തെ പോയിൻ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ആര് ചോദിച്ച കോട്ടാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം അല്ലേ. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകുകയില്ല. സ്കൂളുകൾ, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണ് എന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല എന്നും
സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്ന് നാം എപ്പോഴും ഓർമ്മിക്കണം. ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു കോട്ടാണ്. വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. ഇതിനോടൊപ്പം അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുക എന്നതും പ്രധാനമാണ്. 2004 കമ്മീഷൻ നിലവിൽ വന്നത്. 2004 നിലവിൽ വന്നതെന്ന് പറയുമ്പോൾ അതിന് മുന്നേ കമ്മീഷൻ ഉണ്ട്. അത് ഒരൊറ്റ കമ്മീഷനായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 2004 പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നുള്ള രീതിയിൽ 2 കമ്മീഷനുകളായിട്ട് നിലവിൽ വന്നു. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. കമ്മീഷൻ്റെ ഘടന എങ്ങനെയാണ്? ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, പിന്നെ 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ്റെ ഘടന. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. എത്രയാണ് കാലാവധി? 3 വർഷമാണ് കാലാവധി, അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? ന്യൂഡൽഹിയിലാണ്. കമ്മീഷൻ്റെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്ത നമുക്കുള്ളത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഇയർ എന്ന് പറയുന്നത് 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം. ഇതെന്തിനാണ്? മെയിനായിട്ട് അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക തന്നെയാണ്. അതിനുവേണ്ടി ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ നിലവിൽ വന്ന നിയമമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം. 1989 ഈ നിയമം നിലവിൽ വന്നത്. ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമലംഘനങ്ങളും എന്തെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷാ നടപടികൾ എന്തെല്ലാമാണെന്നും അവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. ഇനി പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചുമതലയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളിൽ പെടുന്നവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ. ഇതെന്ന് പറയുന്നത് ഒരൊറ്റ കമ്മീഷനാണ്. ദേശീയതലത്തിൽ നമുക്ക് 2 കമ്മീഷൻ ഉണ്ട് അല്ലേ? പട്ടികജാതിക്കാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ, പട്ടികവർഗക്കാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ, സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ഒരൊറ്റ കമ്മീഷനാണ്. ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ചെയർപേഴ്സൺ ഉണ്ട്, പിന്നെന്താണ്, മറ്റ് 2 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന തലത്തിലെ ഒരു ഘടന എന്ന് പറയുന്നത്. ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായ പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല. കൂടാതെ പ്രസ്തുത വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും അവരുടെ പുരോഗതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നു. ചരിത്രഗതിയിൽ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയ ജനവിഭാഗങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ. അവരുടെ സവിശേഷമായ പാരമ്പര്യ അറിവുകളും സംസ്കാരവും തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതോടൊപ്പം ആധുനിക സമൂഹത്തിൽ ഈ ജനതയുടെ ഉൾച്ചേരലും ഉറപ്പാക്കേണ്ടതുണ്ട്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഈ പ്രക്രിയയുടെ ആക്കം കൂട്ടുകയും ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുറ്റയാക്കുകയും ചെയ്യുന്നു. അതായത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള കമ്മീഷൻ വന്നതോടെ അവരുടെ ആവശ്യങ്ങളൊക്കെ അവർക്ക് സമൂഹത്തെ അറിയിക്കാനോ അതനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനൊക്കെ അവർക്ക് പറ്റുന്നുണ്ട്. ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുകയെന്നതാവണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയം. ഈ സമുദായങ്ങളെയെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുകയാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി
നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ് എന്ന് പറഞ്ഞത് ആരാണ്? BR അംബേദ്കർ. നമ്മുടെ ഈ BR അംബേദ്കർ ആണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ശുപാർശ ചെയ്തതോ അതിനുവേണ്ടി പോരാടിയതൊക്കെ ആയിട്ടുള്ള ആളാണ് BR അംബേദ്കർ. രാജ്യത്ത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ന്യൂനപക്ഷ കമ്മീഷൻ 93-ലാണ്. അതേ കണക്ക് തന്നെയാണ് 1993-ലാണ് പിന്നാക്ക വിഭാഗ കമ്മീഷന് നിലവിൽ വന്നത്. ചെയർപേഴ്സണും പിന്നെ വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും അടങ്ങുന്നതാണ് കമ്മീഷൻ്റെ ഘടന. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് ഔദ്യോഗിക കാലാവധി. 2018-ലാണ് ഭരണഘടനാ പദവി ലഭിക്കുന്നത്. കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018-ലാണ്. അതിനു മുന്നേ എന്തായിരുന്നു? ജസ്റ്റ് നിയമം വഴി നിലവിൽ വന്ന ഒരു ഭരണഘടനേതര സ്ഥാപനമായിരുന്നു പിന്നാക്ക വിഭാഗ കമ്മീഷൻ. പക്ഷേ 2018 ഭരണഘടനാ പദവി കിട്ടി. ഇനി അതിൻ്റെ ചുമതലകളാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കുക, പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുക, പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. ഇതും ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കട്ടോ. ഇനി അടുത്ത് പറയാനുള്ളത് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അതും നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1993. സംസ്ഥാന തലത്തിലും 1993 നിലവിൽ വന്നു. 3 വർഷമാണ് കാലാവധി. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷൻ്റെ ചുമതലയിൽ പെടുന്നു. ഇനി ജനാധിപത്യത്തിൻ്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ പങ്ക്. വിശാലമായ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യവുമുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ഈ പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങളെ കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാക്കുകയുള്ളൂ. ഇനി UPSCനെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുന്നേ നമുക്ക് ഈ ഒരു പോർഷനൂടെ വായിച്ചു പോവാം. ജനാധിപത്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ വിജയവും പരാജയവും ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമാണ്. വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം രാഷ്ട്രീയ പ്രക്രിയയിൽ ഉറപ്പാക്കുന്നതിൽ മുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭരണഘടനേതര സ്ഥാപനങ്ങൾക്ക് സുപ്രധാന സ്ഥാനമാണുള്ളത്. ഉദാഹരണമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സ്വതന്ത്രമായും നിർഭയമായും വിനിയോഗിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ അടിത്തറ വിപുലമാക്കുന്നു. 1951-52 കാലഘട്ടം മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് ജനാധിപത്യം ശാക്തീകരിക്കുന്നതിനും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞത്. 1951-52 ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വരുന്നതൊക്കെ കേട്ടോ. മണ്ഡലങ്ങൾ നിർണ്ണയിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൽ, തിരഞ്ഞെടുപ്പ് സാക്ഷരത കൈവരിക്കൽ തുടങ്ങിയവ കമ്മീഷൻ നിർവഹിച്ചു വരുന്ന ധർമ്മങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രപരമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിവിധ വിഭാഗങ്ങളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിനപ്പുറം അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ വിഷമതകൾ പ്രത്യേകമായി തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. ഈ ധർമ്മമാണ് മേൽ സൂചിപ്പിച്ച കമ്മീഷനുകൾ നിർവഹിക്കുന്നത്. സാമൂഹിക പിന്നാക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോടൊപ്പം വ്യക്തിപരമായി നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഈ കമ്മീഷൻ ശ്രമിക്കുന്നുണ്ട്. പൗരാവകാശ സംരക്ഷണത്തോടൊപ്പം മനുഷ്യരിൽ അന്തർലീനമായ അന്തസ്സിൽ നിന്ന്
ഉരുത്തിരിഞ്ഞു വന്ന അവകാശങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തിന് അനിവാര്യമാണ്. നമുക്ക് UPSCനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് വായിക്കാം. ഭാരത സർക്കാർ നിയമങ്ങൾക്കായി സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ UPSC നിലവിൽ വരാൻ കാരണമായ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 320 ഭാഗം 14 കേട്ടോ. ഇങ്ങനെയുള്ള അഖിലേന്ത്യാ സർവീസിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് ഭാഗം 14 ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനുള്ളത്. ചെയർപേഴ്സണും 10 അംഗങ്ങളും. വലിയ വലിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന കമ്മീഷനല്ല, അപ്പോൾ കൂടുതൽ ആൾക്കാർ വേണം. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഭരണഘടനാ സ്ഥാപനമാണ്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ് അംഗങ്ങളുടെ കാലാവധി. സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ PSC ഒക്കെ ഉണ്ടല്ലേ, അതിൻ്റെ കാലാവധി വെച്ചിട്ടുണ്ടെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 62 കേട്ടോ. രണ്ടും കൂടെ പറഞ്ഞ് കൺഫ്യൂസ് ആക്കുകയല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൻ്റെ അകത്തൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? ചെയർപേഴ്സണും 10 അംഗങ്ങളും ഉണ്ട്. പിന്നെ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് UPSC അംഗങ്ങളുടെ കാലാവധി. 320 ആർട്ടിക്കിൾ 320 UPSCനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ സേവനങ്ങൾക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കമ്മീഷൻ്റെ മുഖ്യ ചുമതല. സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങൾക്കായി നിയമനങ്ങൾ നടത്തുന്നത് അതാത് സ്ഥാപനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരളത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPC ആണ് സംസ്ഥാന സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത്. ഇത്തരം അവകാശങ്ങൾ ഉറപ്പുവരുത്തി ജനാധിപത്യ പ്രക്രിയയെ ദൃഢമാക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്തുത്യർഹമായ പങ്ക് വഹിക്കുന്നു. വനിതകളുടെ സാമൂഹികമായ മുന്നേറ്റം ഉറപ്പുവരുത്തുന്നതിനും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനും സഹായകമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ വനിതാ കമ്മീഷൻ ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും തുല്യ പരിഗണനയും ഉറപ്പുവരുത്തേണ്ടത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിലൂടെയും ന്യൂനപക്ഷ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെയും ന്യൂനപക്ഷ കമ്മീഷൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത്. മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നാക്ക വ്യവസ്ഥകൾ പരിഹരിച്ചുകൊണ്ട് അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയുടെ ഭാഗമാക്കുകയെന്ന ജനാധിപത്യവൽക്കരണമാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിർവഹിക്കുന്നത്. ഇപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെട്ട ചില വിഭാഗങ്ങളെ ഉൾച്ചേർക്കുകയും രാഷ്ട്രീയ അവകാശങ്ങളുടെ വിനിയോഗം സാധ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ സാമൂഹ്യ സാമ്പത്തിക തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു. നമുക്ക് ചെറിയൊരു പോർഷൻ കൂടെ ഉണ്ട്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. കമ്മീഷൻ നിലവിൽ വന്നപ്പോഴാണ് 2007 മാർച്ച് 5. എങ്ങനെ ഓർത്തു വെക്കാം? കുട്ടികൾ എന്ന് പറഞ്ഞതിൽ ഒരിക്കലും ഇവിടെ അടങ്ങി നിൽക്കാത്ത ഒരു വിഭാഗം ആൾക്കാരാണ്. അപ്പോൾ അവരെ എന്താക്കണം? എവിടെയെങ്കിലുമൊക്കെ ചാരി വെക്കണം. ചാരി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. 7 പോലെയാണ്. 7 എന്ന് പറയുമ്പോൾ ഏണി, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. അങ്ങനെ ചാരി വെക്കണം, കുട്ടികളെ ചാരി വെക്കണം. 7 2007 മാർച്ച് 5 കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും. കുറേ ആൾക്കാർ വേണമല്ലേ ഇവരെ നിയന്ത്രിക്കാൻ. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും, മൊത്തം 7 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ ഓർമ്മ വന്നത്. 2007 തന്നെയാണ് വയോജനങ്ങൾക്കായിട്ടുള്ള ഒരു കമ്മീഷനൂടെ വന്നത്. അവരെ ഇങ്ങനെ തന്നെയാണല്ലോ, അവർക്കിങ്ങനെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവരെ എന്തിനെങ്കിലും പിടിച്ച് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുക. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും പിടിച്ച് ചേർത്ത് നിർത്തുന്നത് 7 എന്നുള്ള കോലത്തിലായിരിക്കും. ഇനി അടുത്തത് അതോടെ കൂടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇത് നമ്മൾ 2 പാർട്ടായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ടാണ്.
ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.